കണ്ടോ, ഇതൊരു JCBയുടെ കൈ മാതിരി പ്രവർത്തിക്കും. നമുക്ക് ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കേട്ടോ. കണ്ടില്ലേ? ഹലോ ഗൈസ്, ഇന്നത്തെ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ കുപ്പി ഉണ്ടോ, ഈ കുപ്പി ഉണ്ടെങ്കിൽ ടേബിളിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ട്രൈപോഡ് വെച്ചിട്ട് സാധാരണ രീതി എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ആംഗിളിൽ നിന്ന് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് മണ്ടയ്ക്ക് ഒന്നൊരു ഷൂട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. നമ്മൾ DIY പ്രൊജക്റ്റ് ആയാലും നമ്മൾ ടേബിളിൽ വെച്ചിട്ട് സാധനം പ്രസൻറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് രണ്ട് കൈയും ഫ്രീ ആയിരിക്കണം. അതിനൊപ്പം നമുക്ക് ഈ ഒബ്ജക്റ്റ് എങ്ങനെയൊക്കെ തിരിക്കുകയൊക്കെ വേണം. അപ്പോൾ ക്യാമറ തൊട്ട് മേളി വരുന്ന രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഷൂട്ട് എടുക്കാൻ എന്തായാലും ട്രൈപോഡിനെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ എടുക്കുന്ന ട്രൈപോഡുകളുണ്ട്, അതിനൊക്കെ ഭയങ്കര റേറ്റുമാണ്. അപ്പോൾ സാധാരണ ഓരോരുത്തർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ട, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പുസ്തകമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ട്രൈപോഡ് അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഞാൻ ഒരു ട്രൈപോഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യാൻ ഒരു ട്രൈപോഡ്. അപ്പോൾ ഞാൻ നേരത്തെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഉണ്ടാക്കുന്നതല്ല കാണിക്കുന്നത്, അതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ട്രൈപോഡിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ട്രൈപോഡ്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന അടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വെച്ചിരിക്കുന്ന ഒരു ഫാനാണ് കേട്ടോ. ഫാൻ നമ്മൾ ജസ്റ്റ് സ്റ്റാൻഡിൽ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഫാൻ ആകുമ്പോൾ നമുക്കിങ്ങനെ ഏത് രീതിയിലും റൗണ്ട് അടിച്ച് പോകും. നമുക്ക് പ്രത്യേകിച്ച് ബെയറിങ്ങോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതൊരു പഴയ ഫാൻ ഇവിടെ കിടന്ന് അതിൻ്റെ അടിവശം മാത്രം എടുത്തിരിക്കുകയാണ്. എന്നിട്ട് വേണ്ട ഈ ഒരു പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാനിൻ്റെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ആക്കി വരുന്നത് ഈ ഫാൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കറങ്ങി പോകും. അപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു പിൻ കൊടുത്തേക്കുന്നത്. ഈ പിൻ കണ്ട് ഇവിടെ വെൽഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ടൈറ്റ് ചെയ്യാമെങ്കിൽ താഴെ പോയത് കൊണ്ടിരിക്കും. ഈ ഫാനിൻ്റെ കറക്കം അതോടെ നിൽക്കും. കണ്ടില്ലേ? അങ്ങനെ കറങ്ങി പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ട്യൂബാണ്, 1:1 സ്ക്വയർ ട്യൂബാണ്. അതിൻ്റെ തൊട്ട് മേലോട്ട് വരുമ്പോഴാണ് ബാക്കി പരിപാടിയെല്ലാം. അതായത് ഇതിനകത്ത് സ്വന്തമായിട്ട് ചെയ്യാത്തൊരു കാര്യം കണ്ട് ഇത് മാത്രമാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൈക്കിൻ്റെ സ്റ്റാൻഡാണ്. നമ്മുടെ സാധാരണ മൈക്കൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡില്ലേ, ഇത് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇതാകുമ്പോൾ നമുക്കില്ല JCBയുടെ കൈ മാതിരി നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുക്കാൻ പറ്റും. ഈ മൈക്കിൻ്റെ സ്റ്റാൻഡ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് കണ്ട് ഇതുപോലൊരു ഒബ്ജക്റ്റിലാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. അതായത് കണ്ട് ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു പിന്നെ നമുക്ക് ലൂസ് ആയിക്കൊണ്ട് ഇതിൻ്റെ മേപ്പോട്ടും താപ്പോട്ടും ഒക്കെ നമുക്ക് ഇതിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്രത്തോളം നീളം വേണോ വേണ്ട എന്ന് നമുക്ക് ഇതേ തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മേപ്പോട്ട് പൊക്കിയെടുക്കാനും എല്ലാം പറ്റും. ഇത് പെയിൻറ്റ് അടിച്ച് വെച്ചേക്കുന്നുണ്ട് ഇത്രയും ടൈറ്റ് കേട്ടോ, അല്ലെങ്കിൽ ഇത്രയും ടൈറ്റൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് നമുക്കിത് ഏത് നീളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ വെച്ചിട്ട് ഈ ഒരു നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാമെങ്കിൽ അതവിടെ ഫിക്സഡ് ആയിട്ടിരുന്നോളും. പിന്നെ ഈ ഒരു ഒബ്ജക്റ്റ് താഴോട്ട് മേപ്പോട്ടും പോകത്തില്ല. പിന്നെ ഈ ഒരു നട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, കണ്ട് ഇതിൻ്റെ ആംഗിൾ, നമ്മുടെ മൈക്കിൻ്റെ സ്റ്റാൻഡ് വരുന്ന ഈ ആംഗിൾ ക്രമീകരിക്കാനുള്ളതാണ് ഈ ഒരു നട്ട്. അതിൻ്റെ മെക്കാനിസം കാണിച്ചു തരാം. ഇവിടെ ഞാൻ ലൂസ് ചെയ്യുവാണ്. അങ്ങോട്ട് ടൈറ്റ്, ഇങ്ങോട്ട് ലൂസ് കേട്ടോ. കണ്ടോ? ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് ഏത് ആംഗിളിലോട്ട് ഇത് മൂവ് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോട്ട് ഇത് വെക്കാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ആംഗിളിലോട്ട് വെച്ചിട്ട് ഇത് ജസ്റ്റ് ടൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. പിന്നെ ഇത് അങ്ങോട്ട് ഇടും പോകത്തില്ല. പിന്നെ ഇത് ഞാൻ ഒരു ചെറിയ നട്ട് ബോൾട്ട് ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതേ കൂടി ഹോൾട്ട് ഇട്ട് നട്ട് ബോൾട്ട് ഇട്ട് ഉറപ്പിച്ചേക്കുവാണ്. ഇതൊക്കെ ഹോൾഡ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ സെൽഫ് സ്ക്രൂ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ഈ ഒരു ബോൾട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത് വെച്ച് ഇത് കണക്ട് ചെയ്തേക്കാണ്. പിന്നെ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഈ തുമ്പത്തോട്ടാണ്. ഇത് മൈക്കിരിക്കുന്ന സാധനമാണ്. മൈക്കിരിക്കുന്ന സാധനത്തിലോട്ട് ഞാൻ ചെറിയൊരു PVCയുടെ പൈപ്പാണ്. ഇത് PVCയുടെ പൈപ്പ് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സാധാരണ ക്യാമറ ഹോൾഡറൊക്കെ മേടിക്കാൻ കിട്ടുമ്പോഴത്തെ അത് മേടിച്ച് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇവിടം വരെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഏത് രീതി വേണമെങ്കിലും ക്യാമറ കണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഫോൺ ഹോൾഡർ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മേളിൽ വെച്ചിട്ട് ഇവിടോട്ട് കയറ്റിയിട്ട് നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതും ഉണ്ടാക്കിയെടുത്താണ്. ഇത് നമ്മുടെ സാധാരണ ഫോൺ ഹോൾഡർ ആയിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓൺലൈനൊക്കെ മേടിക്കായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനം മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഐഡിയക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രൈപോഡ് വെച്ചിട്ട് ഇങ്ങനെ ഫോൺ കണക്ട് ചെയ്യാം. ഫോൺ കണക്ട് ചെയ്ത് നമുക്ക് ഏത് ഒബ്ജക്റ്റ് വേണമെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്യിക്കാം. ഈ ഫോൺ ഇപ്പോൾ വർക്കിംഗ് അല്ലായിരുന്നു, ഞാൻ കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആംഗിൾ. നമുക്ക് ഈ ആംഗിൾ എങ്ങനെ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ? ഇതൊരു JCBയുടെ കൈ മാതിരി പ്രവർത്തിക്കും. നമുക്ക് ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ? നമുക്ക് ഇങ്ങനെ വട്ടം കറക്കാം, എന്തോ വേണേൽ ചെയ്യാം. നമുക്ക് കൈ പിടിക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനും അല്ലേ ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു ഉപകാരപ്രദമാവട്ടെ. ഇത് എക്സ്പെൻസ് കുറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ക്രിയേറ്റീവായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കിത് യൂസ്ഫുൾ ആവുകയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.